നമുക്ക് ഈ ബിസിനസ്സിനെ കുറിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേത് മേഖലയിലാണെങ്കിലും നമുക്ക് ചോദ്യങ്ങളുണ്ടാവണം. ചോദ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മേഖലയെക്കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളൊരു പ്രോഗ്രാമിൽ പോയിരുന്ന് ആ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ട് കുറേ ബുക്കിലൊക്കെ നോട്ട് ചെയ്ത് വന്ന് പിന്നെ ആ ബുക്ക് എടുത്ത് നോക്കിയില്ല, നമുക്കൊരു ചോദ്യങ്ങളും ഇല്ല. പക്ഷേ ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ആ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു 4-5 സംശയങ്ങളില്ലാത്തൊരു വ്യക്തി ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഈ ബിസിനസ്സിൽ എന്നല്ല, എവിടെയാണെങ്കിലും നമുക്ക് സംശയങ്ങൾ വരണം, ലീഡേഴ്സിനോട് ചോദിക്കാൻ പറ്റണം. ചോദിക്കാൻ മടിയുള്ള ആൾക്കാർ, പറയാൻ മടിയുള്ള ആൾക്കാർ, നോട്ട് ചെയ്യാത്ത ആൾക്കാർ, ഇപ്പോൾ ശ്രീ സാറൊക്കെ എന്തൊക്കെയോ നോട്ട് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പം എവിടുന്നാണ് എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ, ആരൊക്കെയോ നോട്ട് ചെയ്ത് ഞാൻ ഇവിടെ കാണുന്ന കേട്ടോ പറയുന്നത്. അപ്പം ചോദ്യങ്ങൾ ചോദിക്കുക. എനിക്കുള്ള ഒറ്റ കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് പ്രോഗ്രാം കേട്ടോ ഏത് ലീഡേഴ്സ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സംശയമാണ്. കാരണം അതെന്തുകൊണ്ടാണ് അങ്ങനെ 2-10 കിട്ടി, ഈ 2-10 കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? പ്രൊഡക്റ്റ് ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ കുറേ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഒക്കെ എന്താ പറയുക, കെമിക്കലല്ലേ. എന്തുകൊണ്ട് നമ്മുടെ കമ്പനിയിലുള്ള പ്രൊഡക്റ്റിന് കെമിക്കലില്ല എന്ന് പറയുന്നു? എന്തുകൊണ്ട്? പുറമെ ഒരുപാട് ഡോക്ടർമാരുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ട്. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ഒരു കുരുട്ട് ചോദ്യങ്ങളാണ് എൻ്റേത്. ഞാൻ പല ലീഡേഴ്സിനോട് ചോദിച്ചപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ കിട്ടാണ്ടായപ്പോൾ ഞാൻ യൂട്യൂബ് ഗൂഗിളിനെ ആശ്രയിച്ചിട്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത്. ഞാൻ പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞു, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ഗുരു ഇല്ലാണ്ടാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിങ്ങും ഞാൻ എന്താക്കി പഠിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ എനിക്ക് ഗൂഗിൾ ദൈവം, യൂട്യൂബ് ദൈവം ക്ലിയറാക്കി തന്നു. നമ്മുടെ കമ്പനി ഹൈബ്രിഡ് ബൈനറി, അതിനെക്കുറിച്ചിട്ടും നമ്മുടെ ലോയൽറ്റി ബോണസ്, റാങ്ക് ഇൻകം, STB ബോണസ്, ഇതിനൊക്കെ കുറിച്ചിട്ട് നമ്മുടെ സൈറ്റിലുണ്ട്. ഇന്നിപ്പോൾ സനൂപ് സാർക്കും അതുപോലെ അനിൽ സാറെ മകനും എനിക്കും അങ്ങനെ പല ലീഡേഴ്സിനും യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ഈ ബിസിനസ്സിന് ആവശ്യമുള്ള എന്ത് സാധനം കിട്ടും. നമ്മൾ ചോദിച്ചാൽ കിട്ടും. നമ്മുടെ സംശയം എന്താണോ അത് ഏത് ലീഡറോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ചോദിക്കാൻ നമ്മൾ തയ്യാറാവണം. ഗൂഗിളിൽ ഇന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടും. നമ്മുടെ ജാതകം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കൊടുക്കുകയാണ്, ജാതകം എനിക്ക് നോക്കണം, അതിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അതും കിട്ടും. അതായത് ഇന്ന് പണിക്കരടുത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യത്തെ കാര്യങ്ങൾ ചെയ്തത് അങ്ങനെയാണ്. കസ്റ്റമറായിട്ട് വന്ന് ഈ നല്ല രീതിയിൽ ഒരു 1.25 ലക്ഷം രൂപ റീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യ കാലങ്ങളിൽ റീറ്റെയിലാണ് ചെയ്തത്. ഞാനിപ്പോൾ വന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ബിസിനസ്സിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് റീറ്റെയിലിംഗ് ആണ്. നമ്മളെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, നമ്മളെ വേണ്ടപ്പെട്ട കൂടെ പഠിച്ച ആളുകൾ, അങ്ങനെയുള്ളൊരു 10-100 ആൾക്കാർക്ക് ഒരു മടിയും കൂടാതെ നമ്മൾ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യണം. ഇവർക്ക് ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന്, നമ്മൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ 100 ആൾക്കാരെ നമ്മൾ ലിസ്റ്റ് ഇട്ട്, നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരെ ലിസ്റ്റ് ഇട്ട് നമ്മൾ ഇവരിലേക്ക് നമ്മൾ ഇറങ്ങിയേ പറ്റൂ. നമ്മളെ മടി മാറ്റി വെക്കണം, നമ്മളെ പേടി മാറ്റി വെക്കണം. നമ്മൾ ചിലപ്പം എന്താ പറയുക, ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, പോലീസായിരിക്കാം, വക്കീലായിരിക്കാം, എന്തോ ആയിരിക്കാം. പക്ഷേ ഈ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഒരു എൻ്റർപ്രണറാണ്. അപ്പം മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ വിജയിക്കണം എന്നൊരാഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ 18 വയസ്സായാലും വേണ്ടില്ല, 70 വയസ്സായാലും വേണ്ടില്ല, ഇവരെ എല്ലാം കണക്കാണ്. പ്രായം കണക്കാണ്, ഇനി സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കണക്കാണ്, ചെറുപ്പക്കാരനാണ് വയസ്സനാണെങ്കിലും കണക്കാണ്. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, കമ്പനി നോക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ, അയാൾ എന്ത് ചെയ്യുന്നതെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് 72 വയസ്സും 90 വയസ്സുള്ള ആൾക്കാരൊക്കെ ഇന്ന് ITC ആൾക്കാരുണ്ട്, സീലിംഗ് അടിച്ച ആൾക്കാരുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ് 20ാമത്തെ വയസ്സിൽ സീലിംഗ് ആയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെന്താക്കണം, ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു കാര്യമാണ്, നമ്മൾ റീറ്റെയിൽ ചെയ്യാൻ തയ്യാറാവും. ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കെന്താക്കണം, നമ്മൾ വീട്ടിലൊരു ഹോം ഷോപ്പ് അത്യാവശ്യമാണ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ വലിയൊരു ലീഡറാവുന്ന സമയത്ത് നമ്മളെ അമ്മോൻ്റെ മോനും നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസിയൊക്കെ മറ്റൊരു ടീമിലാണ്, എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ അവർ ബിസിനസ് ഏറ്റെടുക്കുകയോ അതൊന്നും നമ്മളെ വിഷയമല്ല. നിങ്ങൾ ഏറ്റെടുത്തല്ലോ, നിങ്ങൾ ഏറ്റെടുത്ത മാതിരി താല്പര്യമുള്ള ആൾക്കാർ, ആവശ്യക്കാരൻ ഏറ്റെടുക്കും. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ റീറ്റെയിലിംഗ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം.
ഞാൻ ഒരിക്കലും തൂക്കിക്കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമ്മുടെ കുടുംബക്കാർ മാസം ഒരു 1000 ഉറുപ്പ്യേൻ്റെ സാധനം വാങ്ങിയേ പറ്റൂ. അതായത് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ മാസം നമ്മളെ കെയർ ഓഫിൽ ഒരു 50,000 രൂപയുടെ സെയിൽസ് നടന്നേ പറ്റൂ. അത് ടാർഗറ്റാക്കിയിട്ട് നമ്മളെല്ലാ ആളുകളും മാറ്റണം. മാസം ഒരു 50,000 ഉറുപ്പ്യേൻ്റെ കച്ചവടം നമ്മളോട് നടക്കണം. അതായത് മൈലൈഫ് സ്റ്റൈൽ മാർക്കറ്റ് എന്ന കമ്പനി ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളെ വിളിക്കുന്നില്ല. നമുക്ക് ആകെ തന്നിട്ടുള്ളത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സെയിൽസ് നിങ്ങൾക്ക് എന്താക്കാം, ഏത് രീതിയിലും ചെയ്യാം, സിസ്റ്റത്തിലൂടെ നിന്നുകൊണ്ട്. അപ്പോൾ കമ്പനി നമുക്ക് ഔട്ട്ലെറ്റ് എവിടെ വേണോ അവിടെ നമുക്ക് തരും. ഇപ്പം കോഴിക്കോട് കോഴിക്കോട് ഔട്ട്ലെറ്റ് ഉണ്ട്, നടുവണ്ണൂർ ഔട്ട്ലെറ്റ് ഉണ്ട്, വടകര ഔട്ട്ലെറ്റ് ഉണ്ട്, കണ്ണൂർ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇനി പറയാണ് പേരാമ്പ്ര ഒരു ഔട്ട്ലെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും തരും. ഇനി കുറ്റ്യാടി വേണമെന്നുണ്ടെങ്കിലും തരും. അല്ലേ? ഈ ഔട്ട്ലെറ്റ് വരുന്നത് എന്തിനാണ്? കസ്റ്റമർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെല്ലാ ആളുകളും കസ്റ്റമേഴ്സിനെ, അതായത് ചുരുങ്ങിയത് ഒരാൾ ഇനി എത്ര വലിയ റാങ്ക് കയറി കഴിഞ്ഞാൽ, ഇപ്പം RTC റാങ്ക് NTC റാങ്ക് ആണെങ്കിൽ പോലും ഒരു STC കഴിയുമ്പോഴേക്കും നമ്മുടെ കസ്റ്റമറൊക്കെ ഡയറക്റ്റായിട്ട് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരാൾ നമ്മളൊരു STC കഴിഞ്ഞ് RTC ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ ആളുകളും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവില്ല. പക്ഷേ കസ്റ്റമേഴ്സിന് നമ്മളെന്താക്കണം, ഓഫീസ് കൊണ്ടുപോയി പ്രൊഡക്റ്റ് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്ത്, ഓൺലൈനിൽ എങ്ങനെയാണെന്ന് വാങ്ങുന്നത് കാണിച്ചു കൊടുത്ത്, നമ്മളില്ലെങ്കിലും ഒരു 50-ൽ കൂടുതൽ കസ്റ്റമേഴ്സ് എന്താക്കണം, നമ്മുടെ കമ്പനീൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കണം. നമ്മൾ ഉണ്ടാവണമെന്നില്ല, സ്റ്റാർട്ടിങ് നമ്മൾ വേണം. പക്ഷേ നമ്മളൊരു RTC റാങ്കൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കസ്റ്റമേഴ്സ് എന്താക്കും, അവർ ഡയറക്റ്റായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഏത് റാങ്ക് എത്തിക്കഴിഞ്ഞാലും ഒരു കോൺടെസ്റ്റ് വരികയാണ്. ഒരു കോൺടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് റാങ്കിലാണെങ്കിലും നമുക്കത് വിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ സനൂപ് സാറാണെങ്കിലും അനിൽ സാറാണെങ്കിലും ഞങ്ങളൊക്കെ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ നമ്മൾ ഒരു ടൂറ് മിസ്സാക്കല്ലേ. ഞങ്ങളൊക്കെ ഇത്രയും ബന്ധങ്ങൾ അത്രയും അടുത്ത് പോയതിന് കാരണം ഞങ്ങൾ ടൂറ് പോകുന്നത് കൊണ്ടാണ്. ഏത് കോൺടെസ്റ്റ്, ഊട്ടിയാണെങ്കിലും വേണ്ടില്ല, കൊടൈക്കനായാലും വേണ്ടില്ല, ഇനി ഗോവയായാലും വേണ്ടില്ല, എന്ത് വെച്ച് കഴിഞ്ഞാലും ഞങ്ങൾ വിൻ ചെയ്യും. കാരണം എന്താ പറയുക, അതൊരു എൻജോയ്മെൻ്റാണ്. അപ്പം അങ്ങനെ റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ടൂർ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് ചാമ്പ്യൻ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ നല്ല റിസൾട്ടുള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഷബ്ന മേഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ കണ്ടു. അതിൽ ഷബ്ന മേഡം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ 2 ആഴ്ചയായിട്ട് കൂടുതൽ റീറ്റെയിൽ ചെയ്യാൻ തുടങ്ങി. വയനാട്ടിൽ പോയിട്ടും അങ്ങനെ കാര്യങ്ങൾ. ലേഡീസ് ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത് അവിടെയാണ്, റീറ്റെയിൽ ചെയ്യുന്ന ആളുകൾ. അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന ആൾക്കാരൊക്കെ റീറ്റെയിൽ ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്ന ആളുകൾ. റീറ്റെയിൽ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇവിടെ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നതും, പ്രൊഡക്റ്റ് കൊടുത്തിട്ട് പല അസുഖങ്ങൾ മാറുന്നതും, പ്രൊഡക്റ്റ് കൊടുത്തിട്ട് റെക്കമെൻഡേഷൻ, ആ രീതിയിലൊക്കെ നമുക്ക് എന്താവുന്നത് കൂടുതൽ നേട്ടങ്ങളിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ശ്രീധരൻ സാർ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഒരു ഓർമ്മയാണ്. ആദ്യത്തെ ഒരു കൊല്ലം കൊണ്ട് 12,000 രൂപ വരുമാനം, അടുത്തൊരു കൊല്ലം കൊണ്ട് 60,000 രൂപ വരുമാനം, 3 വർഷം കൊണ്ട് അദ്ദേഹം എത്തിയ ഒരു ഭാഗം. ആ 3 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആളുകളല്ല അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ടീമിലുള്ള സനൂപ് സാറാണെങ്കിലും, അല്ലെങ്കിൽ ഇന്ന് 2,10,000 വാങ്ങുന്ന, അല്ലെങ്കിൽ ഇന്ന് ശ്രീധരൻ സാറിൻ്റെ ടീമിലെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ലീഡേഴ്സും ആ 3 വർഷം കൊണ്ട് വന്ന ആളുകളെല്ലാം ശ്രീധരൻ സാർ എപ്പോഴും പറയും അതിന് ശേഷം വന്ന ആളുകളാണ്, റെക്കമെൻഡ് ത്രൂ വന്ന ആളുകളാണ്. അപ്പം നമ്മളെ കൂടെ ശക്തമായിട്ടുള്ള ആളുകൾ വരാൻ നിൽക്കുന്നത് നമ്മളെ റീറ്റെയിലിങ്ങിലൂടെയാണ്. റീറ്റെയിലിങ്ങിലൂടെ ആ റിസൾട്ട് കിട്ടിയ ആളുകൾ തരുന്ന റെക്കമെൻഡുകളിലൂടെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. എൻ്റെ ടീമിൽ നിന്ന് കിടക്കുന്നത് മലപ്പുറത്തും ഊട്ടിയിലും അതുപോലെ തന്നെ ഗൂഡല്ലൂരും വയനാടും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും ഒക്കെ കിടക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ നേരിട്ട് കൊണ്ടുവന്നാൽ ഒക്കെ റെക്കമെൻഡ് ത്രൂ പോയതാണ്. പക്ഷേ തുടങ്ങിയത് എവിടുന്നാണ്? അത്തോളിന്നാണ്, എൻ്റെ വീട്ടിൽ അയൽവാസികളുടെ അടുത്തുനിന്നാണ്. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ലിസ്റ്റ് അത്യാവശ്യമാണ്. ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീറ്റെയിൽ ചെയ്യാനുള്ള ലിസ്റ്റ് വേണം. അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള ലിസ്റ്റ് വേണം. നമ്മളിതിലൊന്നും വെള്ളം ചേർക്കരുത്. നമ്മൾ ലീഡേഴ്സിനെ പറ്റിക്കുക, ദൈവത്തിനെ പറ്റിക്കുക, ആരെ വേണം പറ്റിക്കുക. പക്ഷേ നമ്മളെ മനസ്സാക്ഷിനെ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റിക്കുന്ന ഒരാൾ അവിടെ പരാജയപ്പെട്ടു. കാരണം നമുക്കാകെ ഉള്ള ഒരു സമാധാനം എന്താ? നമ്മളെ മനസ്സാക്ഷിനെ വഞ്ചിക്കാതെ
നമ്മളെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയാണോ നമ്മളെ വഞ്ചിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്, അദ്ദേഹത്തിന് ഈ ഒരു ഇതിലെന്താ പറയുക, മനസ്സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്, കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താക്കണം, ചെറിയ ചെറിയ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യണം. ചെറിയ ചെറിയ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യണം. അതും നമ്മുടെ മനസാക്ഷി അതിനെ സന്തോഷിക്കാൻ പറ്റുന്നതായിരിക്കണം. ഞാൻ ഇന്ന സമയം കൊണ്ട് സ്റ്റാറാവും. എന്നിട്ട് എന്താക്കണം, ആ ടാർഗറ്റ് വെച്ചിട്ട് ആ സമയമാകുമ്പോഴേക്കും അതിൻ്റെ സേവിങ്സ് എടുത്തിട്ട് സ്റ്റാർ ആവണം. ലീഡേഴ്സിന് സപ്പോർട്ടൊക്കെ വാങ്ങിയിട്ട് ആ സ്റ്റാർ ആവുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ച കാര്യം നടക്കും. അടുത്തൊരു ടാർഗറ്റ് വെക്കണം, ഞാൻ ഇന്ന ആഴ്ച ഇന്ന കട്ട് ഓഫിൽ ഞാൻ റൂബിയാണ്. എന്നിട്ട് എന്താക്കണം, അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ട് നമ്മളെ മനസ്സാക്ഷി പറയുന്ന ലെവലിലേക്ക് അത് വിൻ ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറച്ചും കൂടി എന്തായി, പവറായി. ഞാനൊരു കാര്യം വിചാരിച്ചാൽ നടക്കും എന്ന ആ ലെവലിലേക്ക് മാറും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മളെന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കോൺഫിഡൻസിൽ വളർന്നു വരും. അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് ലിസ്റ്റ് അത്യാവശ്യമാണ്, റീറ്റെയിലിംഗ് അത്യാവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ കാരണം, ഈ ബിസിനസ്സിൽ ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ റീറ്റെയിലിംഗ് ചെയ്യാത്ത ഒരു ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത്. റീറ്റെയിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകൾ ഈ ബിസിനസ്സിൽ അവർ പോലും അറിയാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ റീറ്റെയിലിംഗ് എന്ന ആ പ്രവൃത്തിയിലൂടെ ശക്തമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന ആളുകൾ വരും, ഗ്യാരണ്ടി ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പം ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം, നമുക്ക് ആർക്കും പരാജയപ്പെടാൻ ഇഷ്ടമല്ല, അല്ലേ? നമുക്ക് എന്ത് ആണെങ്കിലും വിജയിച്ചേ പറ്റുള്ളൂ. അപ്പം ദൈവത്തിനൊരു കളിയുണ്ട്. ദൈവം എന്താ പറയുക, കൂടുതൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മൾ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും ആ ആഗ്രഹിക്കുന്നതിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ ദൈവം എന്താക്കുന്ന അറിയാം, അത് കുറച്ചും കൂടെ അടുത്തേക്ക് കുറച്ചപ്പുറത്തെ മാറ്റി വെക്കും. അപ്പോൾ നമ്മളെന്താക്കും, ഒന്ന് ബേജാറാവും. അപ്പോൾ രണ്ടാമത് നമ്മൾ പ്രവർത്തിച്ച് രണ്ടാമത് അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ ദൈവം എന്താക്കും, ഒന്നും കൂടി എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വെക്കും. ദൈവം നമ്മളിട്ട് ഇങ്ങനെ കളിപ്പിക്കും. ക്ഷമയുള്ളവൻ മാത്രമേ ജീവിതത്തിൽ, ഇവിടെ അല്ല കേട്ടോ, ഇവിടെ നിന്നല്ല, എവിടെയാണെങ്കിലും നമ്മളപ്പോൾ ചിന്തിക്കും, പണ്ടാരടങ്ങാൻ എന്ത് പ്രശ്നമാണ്, ഞാനിപ്പോൾ പണിയെടുത്തിട്ടൊന്നും കിട്ടുന്നില്ല, ഞാൻ രക്ഷപ്പെടില്ല. ദൈവം പരീക്ഷിക്കുന്നതാണ്. അപ്പോഴും നമ്മളെന്താക്കുകയാണ്, ദൈവത്തെ അടുത്തെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുമ്പോഴും നമ്മളെന്താക്കണം, പടച്ചോനെ ഈ പ്രകൃതിയിൽ ഞാൻ ഈ കാര്യം ഉണ്ട്, ഇത് നേടിയിട്ടുണ്ട്, ഞാനത് നേടിയിട്ടേ പോകും. ഇനി എത്ര ദൂരേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാലും നമ്മളെ ക്ഷമ എന്നുള്ള കാര്യത്തിൽ നമ്മൾ വന്നിട്ട് അത് ഇനി എത്ര ദൂരം എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഞാനതും കൊണ്ടേ പോകുള്ളൂ. അത് ദൈവത്തിനോട് പറയാം. അപ്പം ദൈവത്തിന് മനസ്സിലാവും, ഇവനോട് ഇനി എന്ത് കളിച്ചിട്ടും കാര്യമില്ല, ഇവൻ ഇതും കൊണ്ടേ പോവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും. ഒന്നും ചെയ്യാത്തവന് ഒന്നും വരില്ല. ഒന്നും ചെയ്യാത്തവന്, ഒരു റിസ്ക് എടുക്കാത്തവനോ ജീവിതത്തിൽ വിജയിക്കേണ്ട, എനിക്കിങ്ങനെ പോയാൽ മതി എന്നിപ്പോൾ വരുന്നവന് എന്ത് പ്രശ്നമാണ് വരിക? ഒരു പ്രശ്നം വരില്ല, അല്ലേ? വിജയിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവന് മാത്രമേ പ്രതിസന്ധികൾ വരുള്ളൂ. കാരണം അവനെ പരീക്ഷിക്കുള്ളൂ. മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഗുചേലനെ പോലെയാണ്, അല്ലേ? കൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മൾ പണത്തിൻ്റെ വൈത്താല ഓടരുത്. നമ്മൾ പണത്തിൻ്റെ വൈത്താല ഓടുമ്പോൾ നമുക്ക് പണം അകന്ന് പോകും. നമുക്ക് ആവശ്യങ്ങളുണ്ടാവും, നമ്മുടെ ടാർഗറ്റുകൾ, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗുചേലൻ്റെ കഥകൾ കേട്ടില്ലേ? അവിൽപ്പൊതിയായിട്ട് ശ്രീകൃഷ്ണനെ കാണാൻ പോയി. അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പോയി കണ്ട് സംസാരിച്ച സമയത്ത് ഇത് ചോദിക്കാൻ മറന്നുപോയി, എന്തിനാണ് പോയതെന്ന് കാര്യം മറന്നുപോയി. തിരിച്ചു വരുന്ന സമയത്ത് സ്വന്തം വീട് നിൽക്കുന്ന സ്ഥലത്ത് കൊട്ടാരാണെന്നൊക്കെ കഥ അപ്പോൾ പുരാണങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മൈ ലൈഫ് ശരിക്കും അങ്ങനെയാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയുമ്പം എന്താക്കണം, നിങ്ങളുടെ ഓരോ ആളുകളും പല ആളുകളും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. നമ്മൾ ദിവസവും ഇന്ന് മുതലാണ്, ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഒരു ബുക്കോ ഡയറിയോ അതിനു വേണ്ടി വാങ്ങി വെക്കണം. ഇന്ന് നിങ്ങൾക്ക് ചിലവാകുന്ന പണം, അതൊരു മുട്ടായി വാങ്ങുന്നതായിക്കോട്ടെ, നിങ്ങൾ വൈക്കുന്നത് കാണുമ്പോൾ ഏതെങ്കിലും അച്ഛന്മാർ ചോദിക്കുകയാണ്, മോനെ ഒരു ചായ വാങ്ങാൻ 10 ഉറുപ്പിക ഉണ്ടടാ, ആ പൈസയാണെങ്കിലും നമ്മൾ സ്വന്തം മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന കാര്യങ്ങളാണ്, വീട്ടിലേക്ക് വാങ്ങുന്ന ചിലവിന് വാങ്ങുന്ന പൈസയാണെങ്കിലും, അതായത് നമ്മളെ പോക്കറ്റിൽ നിന്ന് നമ്മൾ 1 രൂപ പോലും ചിലവാക്കുമ്പോൾ അത് നമ്മൾ എഴുതി വെക്കണം. അതേപോലെ ഒരു ദിവസത്തിൽ നമ്മളെ കയ്യിലേക്ക് വരുന്ന പണം
നമ്മുടെ കയ്യിലേക്ക് വരുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള പണം നമ്മൾ എന്താക്കണം, ഒരു ബുക്കിൽ എഴുതി വെക്കണം. അങ്ങനെ 1 മാസം 2 മാസം 3 മാസം 1 വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും എൻ്റെ കയ്യിൽ 1 മാസം എത്ര രൂപ വരുന്നുണ്ട്, 1 മാസം എത്ര രൂപ ചിലവാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. മണി മാനേജ്മെൻറ്റ് പഠിക്കാൻ ഇതിലും വലിയ കോഴ്സ് വേറില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് എൻ്റെ പണം അധികമായിട്ട് ദൂർത്തായിട്ട് പോണത്, ഒരു ഉപകാരമില്ലാണ്ട് ഞാൻ എവിടെയാണ് പണം ചിലവാക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട 1 മാസം വേണ്ട ചിലവ് ഇത്ര ഉണ്ട്, പക്ഷേ എനിക്ക് വരുമാനം അത്ര ഇല്ല. അപ്പോൾ എവിടുന്ന് ഞാൻ വരുമാനം കൂട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഈ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്ന് കൂടുതലായിട്ട് ചിന്തിക്കണം. അപ്പോൾ കോഴിക്കോടും പേരാമ്പ്രയും കുറ്റ്യാടിയൊക്കെ കാണാം ഹെൽത്ത് ചെക്കപ്പ്. ഈ ഹെൽത്ത് ചെക്കപ്പ് 6 മാസം കൂടുന്നത്. അപ്പോൾ നമുക്ക് എന്താകും,